ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ റമദാൻ മാസത്തിലെ 3ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ്, അതായത് തട്ടിക്കൂട്ട് ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബർഗർ ബൺ ഉണ്ടാക്കുക, ഇതുപോലെ നടുക്കുന്നൊന്ന് സ്ലൈസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നല്ലോണം മയോണൈസ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മയോണൈസ് തേച്ചതിന് ശേഷം ഇത് നമുക്ക് ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ട് ഒരു ഗരം മസാലയും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാട്ടിയെടുത്ത മസാലയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടു. അപ്പോൾ ആ ഒരു മസാല നമ്മൾ വലിപ്പമുള്ള സമൂസത്തൊക്കെ എടുക്കുന്ന അതേ മസാലയാണ്, അതിട്ടു. അതിൻ്റെ മേലേക്ക് കുറച്ച് മയോണൈസ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം കക്കി വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബർഗർ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ബണ്ണും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കാണാൻ നമ്മുടെ ആ ബർഗറിലൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ നോമ്പിൻ്റെ മെയിൻ സാധനം ബത്തക്ക ജ്യൂസ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതും ആക്കി വെച്ചു. പിന്നെ മസാല കുറച്ച് ബാക്കിയുള്ളതിനെ കൂടെ കുറച്ച് സമൂസയും പിന്നെ കുറച്ച് പിരടി ആക്കി വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് കുടിക്കാനായിട്ട് ഷമാമിൻ്റെ ജ്യൂസാണ്. ഷമാമും പാലിട്ടൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷമാമിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് പെട്ടെന്ന് നന്നായി കട്ടയൊന്നുമില്ലാതെ അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിക്കുക. അതിന് ശേഷം പാല് ചേർത്തിട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ ഷമാമ് ജ്യൂസൊക്കെ ഇത് റെഡിയായി. അപ്പോൾ എല്ലാം നമ്മുടെ മേശമേലൊക്കെ വെച്ചിട്ടുണ്ട്. റാനി പോളയുണ്ട്, നമ്മുടെ തട്ടിക്കൂട്ട് ബർഗറുണ്ട്, പിന്നെ ബത്തക്ക ജ്യൂസുണ്ട്, പിന്നെ ഷമാം ജ്യൂസും ഉണ്ട്. നോമ്പൊക്കെ വെള്ളം കുടിച്ച് മുറിച്ചു. പിന്നെ ഞാൻ കുടിച്ചത് ഷമാം ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റാനി പോള കഴിച്ചു, പിന്നെ സമൂസ കഴിച്ചു, അതിൻ്റെ കൂടെ ചായയും കുടിച്ചു. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും ചിക്കൻ കറിയുമാണ്, തേങ്ങച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അതും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നോമ്പ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.